ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. തനി നാടൻ സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് വീട്ടിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അഞ്ജലി. വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് സ്റ്റോറീസ്. ആദ്യം തന്നെ ചെമ്മീനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് പെരിഞ്ചീരകം 1/4 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 7 അല്ലി, ഇഞ്ചി ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 3 ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി 3/4 ടേബിൾ സ്പൂണും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെയും ചേർക്കാം. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെമ്മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. 1/2 കിലോഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മസാല നന്നായിട്ടൊന്ന് ചേർത്ത് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ ചെമ്മീനാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 20 മിനിറ്റ് വയ്ക്കുക. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ചെമ്മീൻ ആഡ് ചെയ്യുക. ഈ മസാലയൊക്കെ ചേർത്തേക്കുന്നത് ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്ര ഒന്ന് ഫ്രൈ ആയാൽ മതി. ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു ഉരുളി വയ്ക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം. 2 ചുമന്ന മുളക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ്, ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴണ്ടിയിട്ടിക്കോളും. സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചത് ചേർക്കാം. എന്നിട്ട് ഈ ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളവും ഒരു കഷ്ണം കുടംപുളിയും കൂടെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നെ.
അപ്പോൾ ദേ ഈ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. എല്ലാം കൂടി ഇനി നന്നായിട്ട് ഒരു 2 മിനിറ്റ് കൈ വിടാതെ ഇളക്കി വരട്ടിയെടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.